നമ്മുടെ ഈ പൂച്ചവർഗ്ഗങ്ങൾക്കൊന്നുമല്ല വുൾഫിനാണ് ഏറ്റവും ബുദ്ധിയുള്ളത്. അതിന് കുറേ എക്സാമ്പിൾ അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഇവർ ഈ വുൾഫിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് വുൾഫിനെ അവർക്ക് ട്രാങ്കുലൈസ് ചെയ്തിട്ട് പിടിച്ചിട്ട് ഒരു റേഡിയോ കോളർ വെക്കണം. അപ്പോൾ അവർ കുറേ പ്രാവശ്യം നോക്കി. കാരണം ഒരിക്കലും നമുക്കറിയാലോ, നമ്മുടെ ഒരു പട്ടിയുടെ പുറകെ ഓടിച്ചെന്നവരെ വെടിവെച്ചിടാൻ നോക്കി കഴിഞ്ഞാൽ വലിയ പാടാ, കിട്ടത്തില്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെ വുൾഫിൻ്റെ അടുത്ത് നമുക്ക് തോക്കുമായിട്ടൊന്ന് ചെന്ന് ഇതിനെ ട്രാങ്കുലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ ഓർത്തത്, ഇവർ ഈ ഫുഡ് ട്രാപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ വുൾഫുകൾ വരുന്ന സ്ഥലത്ത് ഈ വുൾഫ് അതിൻ്റെ മേളിൽ കാല് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാപ്പ് ഇങ്ങനെ അടിച്ചിട്ട് അതിൻ്റെ കാലിൽ ഇങ്ങനെ പിടുത്തം വീഴും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരതിനെ ട്രാങ്കുലൈസ് ചെയ്ത് കോളറൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ ഇതിനു വേണ്ടി ഇവർ കുറേ പ്രാവശ്യം ശ്രമിച്ചു. ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ വുൾഫ് സ്ഥിരമായിട്ട് കാണുന്ന സ്ഥലത്ത് അപ്പം രണ്ട് സൈഡിലും ഒരു വി പോലെ ഷേപ്പിൻ്റെ അകത്ത് വെച്ചിട്ട് അവർ ആദ്യം അവിടെ ഏറ്റവും എൻഡിലൊരു ആടിനെ കെട്ടിയിടും. ആടിനെ കെട്ടിയെടുത്ത് ഈ രണ്ട് സൈഡിലും നല്ല വേലികൾ വെക്കും. മുള്ളുച്ചെടികൾ കുറേയേറെ ഇങ്ങനെ തിക്കായിട്ട് വെച്ചിട്ട് ഒരു സൈഡിൽ കൂടെ മാത്രം എൻട്രി ചെയ്തിട്ട് ആടിനെ പിടിക്കാവുന്ന രീതിയിൽ വെക്കും. വെച്ചിട്ട് ഈ പോകുന്ന വഴിക്കൊക്കെ കുറേയേറെ ഈ ഫുഡ് ട്രാപ്പുകൾ വെക്കും. ഈ ട്രാപ്പുകൾ വെച്ച് കഴിയുമ്പോഴത്തേക്കിന് ഈ വുൾഫ് ചെല്ലുമ്പോഴത്തേക്കിന് ഇത് അതിൻ്റെ അകത്ത് ട്രാപ്പിൽ പെട്ടിട്ട് അതിനെ പിടിക്കാമെന്നാണ് ഇവർ ഓർത്തത്. പക്ഷേ വുൾഫ് എന്ന് പറഞ്ഞാൽ വുൾഫ് ഭയങ്കര ഘ്രാണശക്തിയുള്ള ഒരു മൃഗമാണ്. അപ്പോൾ വുൾഫിന് ഓൾറെഡി അറിയാം, ഇവർ ഈ ട്രാപ്പൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കിന് വുൾഫിന് അറിയാം ആൾക്കാർ ഇതിലെ നടന്നിട്ടുണ്ട്, അവരാണ് കൊണ്ട് വെച്ചേക്കുന്നത്, ഇവർ നിലത്ത് ഈ ഫുഡ് ട്രാപ്പൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പം അദ്ദേഹം പറഞ്ഞത്, ഇവർ ചെല്ലുമ്പോൾ പിറ്റേ ദിവസം ചെല്ലുമ്പോഴത്തേക്കിന് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ, ഇവർ വെച്ചേക്കുന്ന ഫുഡ് ട്രാപ്പൊക്കെ ഈ സൈഡിൽ നിന്ന് ഈ വുൾഫ് ഇത് തോണ്ടിക്കളഞ്ഞ് സൈഡിൽ മാറ്റി വെച്ചിട്ട് ചെന്നിട്ട് ആടിനെ പിടിച്ചിട്ട് വുൾഫിൻ്റെ പാട്ടിന് പോകും.